സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. കൂട്ട് ഭാഗം 4. പ്രേമി അവളുടെ പാതി തുറന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ദീപക് ആശ്ചര്യത്തോടെ വിളിച്ചു. അവൾ ആ വിളികേട്ടതായി അയാൾക്ക് തോന്നിയില്ല. കൃഷ്ണമണികൾ അനങ്ങിയില്ല, കൺപിലികൾ ചലിച്ചില്ല, മുഖത്ത് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. പ്രേമി, ഇത് ഞാനാണ്, ദീപക്. എന്നെ ഓർമ്മ വരുന്നില്ലേ? അയാൾ ആവശ്യത്തോടെ ചോദിച്ചു. അവളുടെ ചുണ്ടുകൾ വിടർന്നില്ല. പ്രേമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ദീപക്കാണ്, ഷർമിളയുടെ ഹസ്ബൻഡ്. ഷർമിയെ ഓർമ്മ വരുന്നില്ലേ? അവൾ മെല്ലെ കണ്ണുകളടച്ചു, പിന്നെ തുറന്നില്ല. അവൾ വീണ്ടും ഒരു മയക്കത്തിലേക്ക് വഴുതി വീണെന്ന് ദീപക്കിന് മനസ്സിലായി. പക്ഷെ അവൾ കണ്ണു തുറന്നല്ലോ. ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവാണത്. ഇതറിയുമ്പോൾ ഷർമിക്ക് വലിയ സന്തോഷമാകും. പ്രേമി അവളുടെ മുഖത്തിന് മുകളിലേക്ക് തലകുനിച്ച് നിന്ന് വീണ്ടും വിളിച്ചു. അവൾ പിന്നെയും മെല്ലെ കണ്ണുകൾ തുറന്നു. വിളിച്ചത് അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് ഞാനാണ്, ദീപക്. അവളുടെ കൺപോളുകൾ ചെറുതായി നിളകി. മനസ്സിലായി എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. എങ്കിലും അയാൾക്ക് നിരാശ തോന്നിയില്ല. അപകടാവസ്ഥ അവൾ തരണം ചെയ്തു കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. ഇനി പേടിക്കാനില്ല. വീണ്ടും വിളിച്ച് പ്രേമിയെ കഷ്ടപ്പെടുത്തേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. ഇനി പോകാം. നാളെ വരുമ്പോൾ സ്ഥിതി ഇതിലും മെച്ചപ്പെടാതിരിക്കില്ല. അവൾ ഒരിക്കൽ കൂടി കണ്ടിട്ട് ദീപക് ഐസിയുവിന്റെ കണ്ണാടി വാതിൽ തുറന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി. അയാൾ നേരെ ഡ്യൂട്ടി നഴ്സിന്റെ മുറിയിലേക്കാണ് പോയത്. കണ്ടോ? ചുണ്ടിന് താഴെ മറുകുള്ള ആ നഴ്സ് ചോദിച്ചു. കണ്ടു. പ്രേമി കണ്ണു തുറന്നു സിസ്റ്റർ, അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. പ്രേമി? യെസ്, ദ പേഷ്യന്റ്. ഓ റിയലി? പേര് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ണു തുറന്നോ? എങ്കിലത് ഇംപ്രൂവ്മെന്റ് ആണല്ലോ. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ അറിയിക്കാം. അവൾ റിസീവർ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്ത് ആരോടോ സംസാരിച്ചു. ഡോക്ടറോടാണ് സംസാരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. അവൾ ഉടൻ തന്നെ റിസീവർ വെച്ചു. ഡോക്ടർ ഉടൻ വരും, അവൾ പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് ഒന്നും സംസാരിച്ചില്ല, അയാൾ അറിയിച്ചു. അത് സാരമില്ല, പ്രസവിച്ച് വീണ് കുഞ്ഞ് ഉടനെയൊന്നും സംസാരിക്കാറില്ലല്ലോ, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അവൾക്ക് നല്ല നർമ്മബോധമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ അവൾ പറഞ്ഞത് സത്യമാണല്ലോ. പ്രേമിയുടെ 2ാം ജന്മമാണിത്. ഇനി പിച്ച വെച്ച് തുടങ്ങേണ്ടി വരും. എന്താണ് സിസ്റ്ററിന്റെ പേര്? ദീപക് ചോദിച്ചു. ഫ്ലോറൻസ്. പേര് ചോദിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. നഴ്സുമാരെല്ലാം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണല്ലോ. സോറി. അയാൾ തിരിഞ്ഞു നടന്നു. ഹലോ, അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. അയാൾ പെട്ടെന്ന് മടങ്ങി വന്നു. സത്യമാണ് ഞാൻ പറഞ്ഞത്. യൂണിഫോമിന്റെ പോക്കറ്റിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു നെയിം ബാഡ്ജ് എടുത്ത് അവൾ കാണിച്ചു. ഫ്ലോറൻസ് ജോൺ. ജന്മനാ ഞാനൊരു നേഴ്സാണെന്ന് പപ്പ വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ പേരിട്ടത്. ഈ പേര് വായിക്കാൻ വേണ്ടി ആളുകൾ നെഞ്ചിലേക്ക് തുറച്ചു നോക്കും. അതുകൊണ്ടാണ് ഞാനിത് ഊരിവെക്കുന്നത്, അവൾ വിശദീകരിച്ചു. അത് ഹോസ്പിറ്റൽ റോഡിനെതിരല്ലേ? എന്ത് തുറിച്ചു നോക്കുന്നതോ? ദീപക് ചിരിച്ചുപോയി. യു ഡോണ്ട് വെറി, പ്രേമിക്ക് ഞാൻ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തോളാം, അവൾ പറഞ്ഞു. താങ്ക്സ് ഫ്ലോറൻസ്. വൈഫിന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? അതെ. അതാണ് ഇത്ര വലിയ കെയർ, അവൾ ഗൂഢാർത്ഥത്തിൽ പുഞ്ചിരിച്ചു. അയ്യോ അതൊന്നുമല്ല, അയാൾ പെട്ടെന്ന് നിഷേധിച്ചു. ചെല്ല് ചെല്ല്, അവൾ പറഞ്ഞു. അവൾ സംശയിച്ചതിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. 2 ദിവസം തുടർച്ചയായി പ്രേമിക്ക് വേണ്ടി. ഷർമിളയും ഫ്രണ്ട്സും പ്രേമിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഫ്രണ്ട്സിന് മനസ്സിലാവുകയില്ല. 178-ാം നമ്പർ വാർഡിൽ ചെന്ന് ദീപക് വാതിലടച്ചിരുന്നു. ഇന്ന് ഞായർ, ഇന്നിനി ഒന്നും ചെയ്യാനില്ല. നാളെ വൈകുന്നേരം ഷർമി തിരിച്ചെത്തും. നാളെ കൂടി ലീവ് എടുക്കണമെന്നാണ് അവളുടെ കൽപ്പന. ഹോസ്പിറ്റലിൽ പ്രേമിയുടെ ആളായി ആരെങ്കിലും വേണമല്ലോ. നാളെയും പകൽ ഡ്യൂട്ടി ഫ്ലോറൻസ് നൈറ്റിംഗേലാണെങ്കിൽ കുഴപ്പമില്ല. അവളോട് പറഞ്ഞിട്ട് ഓഫീസിലേക്കൊന്ന് പോകാം. അവിടെ ചെന്നിട്ട് ഉടനിറങ്ങാം. കുറഞ്ഞത് 2 കണ്ടെയ്നർ നിറയാനുള്ള ചരക്കിന് ഓർഡർ പിടിച്ചാൽ മതി. അത് നിഷ്പ്രയാസം സാധിക്കും. മാലിനി ചേച്ചിയുടെ ഹസ്ബൻഡ് ചന്ദ്രമോഹൻ തമ്പി കഴിഞ്ഞാൽ മാത്രം മതി. ഒരു ഫോൺ കോൾ, അതിന്റെ സമയമേ എടുക്കൂ. അത് കഴിഞ്ഞ് സമാധാനത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോകാം. തമ്പിച്ചേട്ടന് കയർ എക്സ്പോർട്ടിംഗ് കമ്പനി ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കണ്ട. ചോദിച്ചപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലിനി ചേച്ചിയെ പിണക്കാനും പറ്റില്ല. സന്തോഷിപ്പിച്ച് നിർത്തുകയാണ് ബുദ്ധി. ദീപക് ലാപ്ടോപ്പ് എടുത്ത് തുറന്നു. കുറെ ഇംഗ്ലീഷ് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കാണാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5. അപ്പോഴേക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാകും. ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ ചെന്ന് കഴിക്കാം. സിനിമകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ ഹെറോൾഡ് ന്യൂ. പുതിയ നമ്പറിൽ നിന്ന് ഹെറോൾഡ് വിളിക്കുന്നു. എന്തിനാണ് അയാൾ?
പ്രേമി ചെയ്ത സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ച് അയാൾ അറിഞ്ഞോ? പക്ഷേ എങ്ങനെ അറിയാൻ? ഹലോ, ദീപക് കോൾ എടുത്തു. ആർ യു ഫ്രീ? യെസ്. എന്തിനാണ് അവൾക്ക് എന്റെ നമ്പർ കൊടുത്തത്? ഈർഷ്യയുടെ സ്വരത്തിൽ ഹെറോൾഡ് ചോദിച്ചു. ദീപക്കിന് മനസ്സിലായില്ല. ആർക്ക്? പ്രേമിക്ക്. ഞാനോ? ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാണ് അവൾ ഈ നമ്പറിൽ എന്നെ വിളിച്ചത്? ഹെറോൾഡിന്റെ പുതിയ നമ്പറിൽ പ്രേമി വിളിച്ചെന്നോ? അത് അത്ഭുതമായിരിക്കുന്നല്ലോ. ബിലീവ് മീ, പ്രേമിക്ക് ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച കാര്യം പോലും അവൾ അറിഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് ബിലീവ്. നൈറ്റ് ബിഫോർ യെസ്റ്റർഡേ ഷീ കോൾഡ് മീ. അവളെല്ലാം അറിഞ്ഞിരിക്കുന്നു. വി ഹാഡ് എ ഹീറ്റഡ് ടോക്ക് ഓവർ ദി ഫോൺ. കെറോളിനെ കുറിച്ച് അവൾ ചോദിച്ചു. നിങ്ങൾ പറയാതെ അവൾ അതറിയില്ല. ബിക്കോസ് നിങ്ങളോട് മാത്രമേ ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുള്ളൂ. ദീപക് ഞെട്ടിപ്പോയി. കെറോളിനെ കുറിച്ച് അവൾ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഹെറോൾഡിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് അവൾ കൈത്തണ്ടയിലെ രക്തക്കുഴൽ മുറിച്ച്. എങ്ങനെയാണ് അവൾ അറിഞ്ഞത്? സത്യമാണ് ഹെറോൾഡ്, ഞാൻ പ്രേമിയോട് അക്കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാണ് അവൾക്ക് എന്റെ നമ്പർ കിട്ടിയത്? എനിക്കറിയില്ല. ഷർമിളയാണോ കൊടുത്തത്? അല്ല, അവൾ സ്ഥലത്തില്ല. ഷീസ് ഇൻ ഡൽഹി അറ്റൻഡിങ് എ കോൺഫറൻസ്. ഹെറോൾഡ് വിളിച്ച കാര്യം ഞാൻ ഷർമിളയോട് പറഞ്ഞിരുന്നു. പുതിയ നമ്പർ അവൾക്കറിയില്ല. നിങ്ങൾ തമ്മിലിന് ശേഷം കണ്ടോ? ഐ മീൻ ആഫ്റ്റർ ഐ കോൾഡ് യു? ഹെറോൾഡ് ചോദിച്ചു. യു മീൻ പ്രേമി? യെസ്. പലവട്ടം വിളിച്ചിരുന്നു. ഹെറോൾഡ് ആ റിങ് തിരിച്ചയച്ച ശേഷം ഒരു തവണ അവൾ ഇവിടെ വരികയും ചെയ്തു. നിങ്ങളുടെ ഫ്ലാറ്റിൽ? അതെ. അലോൺ? ആ ചോദ്യത്തിൽ ഒരു ദുസ്സൂചനയുണ്ടെന്ന് ദീപകിന് തോന്നി. തനിച്ചാണ് പ്രേമി ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരാറുള്ളത്, അയാൾ പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലുള്ളപ്പോൾ അവൾ മുമ്പൊന്നും വന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ വൈഫ് ഡൽഹിയിലാണെന്നല്ലേ പറഞ്ഞത്? സോ വാട്ട്? അവൾ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ പോയപ്പോൾ വേറൊരാൾ. അവൾക്കത് കൂടിയേ കഴിയൂ. അവൾക്ക് എളുപ്പം കിട്ടുന്ന ഒരാളാണ് നിങ്ങൾ, അയാൾ പരിഹസിച്ചു. ഹെറോൾഡ്, മൈൻഡ് യുവർ വേർഡ്സ്. കോപമടക്കാൻ ശ്രമിച്ച് ദീപക് പറഞ്ഞു. കൂൾ ഡൗൺ. അവളെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കറിയില്ലല്ലോ. ഡു യു തിങ്ക് ഐ ലെഫ്റ്റ് ഹെർ വിത്തൗട്ട് നോ റീസൺ? നോ, ഇറ്റ് വാസ് എൻ എസ്കേപ്പ്. പ്രേമി ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? രോഷത്തോടെ ദീപക് ചോദിച്ചു. വൈ ദ ഹെൽ ഐ ഷുഡ് നോ വിത്ത് ഹൂം ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ? അയാൾ ചെയ്യും. പ്രേമി ഇപ്പോൾ മൂൺഷൈൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ, ആഫ്റ്റർ എ സൂയിസൈഡ് അറ്റംപ്റ്റ് ഷോപ്പിംഗ് ഹെർ ബ്ലഡ് വെസൽ ഓഫ് ദ റിസ്റ്റ്. ഹെറോൾഡ് പെട്ടെന്ന് നിശബ്ദനായി. അങ്ങനെയൊരു വാർത്ത അയാൾ ഒട്ടും പ്രതീക്ഷിച്ചു കണ്ടില്ല. സംശയമുണ്ടെങ്കിൽ മൂൺഷൈനിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. അവൾ നിങ്ങളെ വിളിച്ചെന്ന് പറയുന്ന സമയത്തിന് ശേഷമാണ് അവൾ അത് ചെയ്തത്. നിങ്ങൾ മാത്രമാണ് അവളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് അന്ത്യമൊഴിയായി അവൾ പോലീസിനോട് പറഞ്ഞാൽ പുതുപെണ്ണിനെയും കൊണ്ട് നിങ്ങൾ മലേഷ്യയിലേക്ക് പറക്കില്ല മിസ്റ്റർ ഹെറോൾഡ്. കൂടുതലൊന്നും പറയാതെ ദീപക് കോള് കട്ട് ചെയ്തു. എന്തൊരു വൃത്തികെട്ട മനസ്സാണ് അയാളുടേത്, ദീപക് വിചാരിച്ചു. പ്രേമിയെക്കുറിച്ച് അയാൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അവൾ അഴിഞ്ഞാട്ടക്കാരി. അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് അയാൾ വേറെ പെണ്ണിനെ തേടിപ്പോയി. അപ്പോൾ പ്രേമിയാണോ അതോ അയാളാണോ? സിനിമ കാണാൻ തോന്നിയില്ല ദീപകിന്. അയാൾ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. കല്യാണം നിശ്ചയിച്ച് പെണ്ണിനെ ഉപേക്ഷിക്കാൻ അയാൾ എത്ര ഹീനമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഷെർമിയില്ലാത്ത നേരത്ത് അവൾ തന്റെ ഫ്ലാറ്റിലേക്ക് വന്നത്. ഛേ, പക്ഷെ അതിനുശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ അവൾ ആത്മഹത്യ ചെയ്യാൻ മുതിർന്നത്. ആ വരവും അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാൾ പറഞ്ഞതുപോലെ പ്രേമി അയാൾ അങ്ങോട്ട് വിളിച്ചോ? എങ്കിൽ അയാളുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അതോ അയാളാണ് അവളെ വിളിച്ചത്? അയാൾ കെറോളിൻ എന്ന പെണ്ണിനെ കെട്ടാൻ പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ ആ വാർത്ത താങ്ങാനാവാതെ പ്രേമിയുടെ മൊബൈൽ പരിശോധിച്ചാൽ സത്യം അറിയാൻ സാധിക്കും. ദീപക് എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി വാതിൽ പൂട്ടി. അയാൾ നേരെ ഫ്ലോറൻസിന്റെ അടുത്തേക്കാണ് ചെന്നത്. എന്താ, ഇനി എവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? നഴ്സിംഗ് സിലബസിൽ ഒരു പേപ്പർ സൈക്കോളജിയാണ്, മുഖം കണ്ടപ്പോൾ തോന്നി, അവൾ പറഞ്ഞു. അത് മുഖലക്ഷണ ശാസ്ത്രമാണ്. മുഖം കണ്ട ലക്ഷണം പറയുന്നതും സൈക്കോളജിയാണ്. ചിരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ദീപക്. എന്നിട്ടും അറിയാതെ അയാൾ ചിരിച്ചുപോയി. എനിക്ക് പ്രേമിയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോണം, അയാൾ പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചെയ്യുമോ? പേഷ്യന്റിനെ കുറിച്ച് ഡ്രസ്സ് കൊണ്ടുവന്നാൽ നന്നായിരുന്നു. ദിവസവും ഡ്രസ്സ് മാറ്റേണ്ടതാണ്. കൊണ്ടുവരാം സിസ്റ്റർ. അണ്ടർ ഗാർമെന്റ്സ് വേണമെന്നില്ല. അയാൾ തല കുലുക്കി. അധികം വൈകുമോ? അവൾ ചോദിച്ചു. ഇല്ല, ഏറിയാൽ 1.5-2 മണിക്കൂർ. 6 മണിക്ക് എന്റെ ഡ്യൂട്ടി തീരും. അതിനു മുമ്പ് ഞാൻ എത്തും. എന്നാ പോയിട്ട് വാ. ദീപക് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. ചെമ്പുമുക്കിലുള്ള വൈറ്റ് ലോട്ടസ് അപ്പാർട്ട്മെന്റിലേക്ക് കാറോടിക്കുമ്പോൾ 2 ദിവസം മുമ്പത്തെ രാത്രിയെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നു. ആ രാത്രിയിൽ ഷെർമിയുടെ ഫോൺ കോൾ വന്നതിനു ശേഷം പ്രേമിയുടെ ഫ്ളാറ്റിലേക്ക് പോയതും അവിടെ ചെന്നിട്ട് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന അവളെ ആംബുലൻസിൽ കിടത്തി
ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞതും. ഓർക്കുമ്പോൾ നട്ടലിനുള്ളിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു പോകുന്നു. ഫ്ലാറ്റിന്റെ ചാവി ഹുസൈൻ സാഹിബിന്റെ കയ്യിലാണ്. അവിടെ ചെന്ന് അത് വാങ്ങണം. ഇപ്പോൾ പറയാൻ ഒരു കാരണവുമായി. പ്രേമിയുടെ ഡ്രസ്സ് എടുത്തു കൊണ്ടുപോകാനാണ്. എങ്കിലും ഹെറോൾഡ് പ്രേമി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞതൊന്നും അയാൾ വിശ്വസിച്ച് കണ്ടില്ല. അവളെക്കുറിച്ച് അയാൾ എത്ര തരം താഴ്ന്ന രീതിയിലാണ് സംസാരിച്ചത്. അവളുടെ സ്നേഹമായിരുന്നില്ല, ശരീരം മാത്രമാണ് അയാൾ ആഗ്രഹിച്ചത്. അതിന് ഒരു മറയിടാനായിരുന്നു മാരേജ് പ്രപ്പോസലും എൻഗേജ്മെന്റ് റിങ്ങും. പ്രേമിക്ക് കുറച്ചൊക്കെ ബോധ്യം വന്നു കാണും. ബാക്കി കൂടി പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. വൈറ്റ് ലോട്ടസ് അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു. കാറിൽ നിന്നിറങ്ങിയ ദീപക് ഉടൻ തന്നെ ഹുസൈൻ സാഹിബിനെ വിളിച്ചു. എന്താ ദീപക്? സാഹിബ് ചോദിച്ചു. അയാൾ കാര്യം പറഞ്ഞു. ഞാനിപ്പോ പാലാരിവട്ടത്ത് ഒരത്യാവശ്യത്തിന് വന്നതാണ്. സുൽഫി ഫ്ലാറ്റിലുണ്ട്. അവൾ ചാവിയുമായി വരും. 7th ഫ്ലോറിൽ നിന്നാ മതി. ശരി സാബ്. അവളെ വാർഡിലേക്ക് മാറ്റിയോ? ഇല്ല, ചിലപ്പോൾ 2 ദിവസം കൂടി കഴിയും. ഓക്കെ, വിവരം അറിയിക്കണേ. ശരി, ഞാൻ വിളിക്കാം. ദീപക് ലിഫ്റ്റിൽ കയറി 7ാമത്തെ നിലയിലെ ബട്ടണിൽ വിരലമർത്തി. അയാൾ മുകളിലെത്തി ലിഫ്റ്റിൽ നിന്നിറങ്ങിയപ്പോൾ സുൽഫത്ത് വന്നിട്ടില്ല. അയാൾ പ്രേമിയുടെ ഫ്ളാറ്റിന്റെ വാതിലിന് മുന്നിൽ ചെന്നു നിന്നു. അപ്പോൾ തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താക്കോലുമായി സുൽഫത്ത് വന്നു. ഓൾക്ക് ബോധം വന്നോ? അവൾ തിരക്കി. ഇല്ല, പക്ഷെ കണ്ണു തുറന്നു നോക്കി. ഇനി കുഴപ്പമില്ലെന്നാ തോന്നുന്നേ. മിണ്ടിയോ എന്തേലും? ഇല്ല, അത്രയ്ക്കായിട്ടില്ല. ഇപ്പോഴെന്താ ഡ്രസ്സ് കൊണ്ടുപോനാ? എന്നാ താക്കോൽ വെച്ചോളി. എപ്പോഴാവശ്യമെന്ന് വെച്ചാ? അയാള് താക്കോൽ വാങ്ങി. സുൽഫത്ത് തിരിച്ച് പടികൾ കയറിപ്പോയി. ആശങ്കയോടെയാണ് ദീപക് വാതിൽ തുറന്നത്. അകത്ത് മങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. തടിച്ച വിൻഡോ കർട്ടൻ കാരണം പ്രകാശം അകത്തേക്ക് കയറി വരുന്നില്ല. അയാൾ ലൈറ്റിട്ടു. ആദ്യത്തെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അയാൾ അങ്ങോട്ട് കയറി ചെന്നു. പ്രേമിയുടെ നേർത്ത ഗന്ധം അപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ലൈറ്റിട്ടു. അവളുടെ മൊബൈൽ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഹെറോൾഡ് അവകാശപ്പെട്ടതുപോലെ അവൾ അന്ന് അയാളെ വിളിച്ചിട്ടുണ്ടോ എന്നറിയണം. അയാൾ മൊബൈൽ എടുത്തു നോക്കി. ബാറ്ററി ചാർജ് തീർന്നത് കാരണം അത് സ്വയം സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞിരുന്നു. എങ്കിലും ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ലൈറ്റ് തെളിഞ്ഞു. ചാർജ് ചെയ്യാൻ മൊബൈൽ കുത്തിയിട്ടിട്ട് അയാൾ അവളുടെ വാർഡ്രോബ് തുറന്നു നോക്കി. ഹാങ്ങറുകളിൽ ധാരാളം ഉടുപ്പുകൾ തൂക്കിയിട്ടിട്ടായിരുന്നു. ചുരിദാറും ടോപ്പും ജീൻസും സ്കേർട്ടും. അയാൾ ഭിത്തിയലമാര തുറന്നു നോക്കി. അതിൽ ധാരാളം ഉടുപ്പുകൾ മടക്കി ഒന്നിനു മീതെ ഒന്നായി വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റി ആയിരിക്കും ഇപ്പോൾ അനുയോജ്യം. അയാൾ നൈറ്റി തിരയുമ്പോഴാണ് പ്രേമിയുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. അയാൾ ചെന്ന് അതെടുത്തു നോക്കി. സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്നുള്ള വിളിയായിരുന്നു അത്. ഹലോ. അയാൾ ആ കോൾ എടുത്തു. പ്രേമി? ഒരു സ്ത്രീസ്വരം ചോദിച്ചു. നോ, ഐ എം എ ഫ്രണ്ട്. അയാൾ പറഞ്ഞു. ദീപകാണോ? യെസ്. ഹൂ ഈസ് ദിസ്? യു ആർ ഇൻ എ ഫ്ലാറ്റ്? ആളാരെന്ന് വെളിപ്പെടുത്താതെയുള്ള ആ ചോദ്യം ചെയ്യൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. യെസ്. എന്നിട്ടും അയാൾ മറുപടി പറഞ്ഞു. പ്ലീസ് ഹോൾഡ് ഓൺ. അവൾ പറഞ്ഞു. ഹലോ ദീപക്, യു ആർ വെരി ക്ലെവർ. വൈഫിനെ ഡൽഹിയിലേക്ക് വിട്ടിട്ട് ആദ്യം നിങ്ങളുടെ ഫ്ലാറ്റിൽ, പിന്നെ ഇപ്പോൾ അവളുടെ ഫ്ലാറ്റിൽ. അതോ അവളുടെ പ്ലാനാണോ ഇത്? ഹെറോൾഡിന്റെ സ്വരമായിരുന്നു അത്. അയാളുടെ പരിഹാസം സഹിക്കാൻ വയ്യാതെ പൊട്ടിത്തെറിയുടെ വക്കിലെത്തി ദീപക് നിന്നു. എഗെയിൻ യു ഹാവ് പ്രൂവ്ഡ് യു ആർ എ ചീറ്റ്, ഫിൽത്തി മൈൻഡഡ് ക്രീച്ചർ. ഹെറോൾഡിനോട് തോന്നിയ പക ദീപകിന്റെ നാവിൽ നിന്ന് അണ പൊട്ടിയൊഴുകി. ഹെറോൾഡ് പുച്ഛത്തോടെ ചിരിച്ചു. യു ആർ കോട്ട് റെഡ് ഹാൻഡഡ്. മുംബൈയിലിരുന്നു കൊണ്ട് അവളുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ നിങ്ങളെ ഞാൻ പിടികൂടിയില്ലേ? ചീറ്റ് ഞാനല്ല, നീയാണ്. ഭാര്യയെ ഡൽഹിയിൽ വിട്ടിട്ട് നീ ആ നിംഫിനോടൊപ്പം. വെരി ബാഡ് ദീപക്. ഐ ഡു നോട്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ വൈ ആം ഇൻ എർ ഫ്ലാറ്റ്. ബട്ട് ഹെറോൾഡ്, നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിച്ചത് അവളുടെ നന്മയ്ക്കാണെന്ന് വിചാരിക്കണം. ഡോണ്ട് കോൾ മീ അഗെയിൻ. യു ഗോ ടു ഹെൽ. ക്ഷോഭത്തോടെ ദീപക് കോള് കട്ട് ചെയ്തു. മനുഷ്യനാണോ അയാൾ? അല്ല, ചെകുത്താനാണ്. സത്യത്തിൽ പ്രേമി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അയാളെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ നിത്യനരകമാണ് അവളെ കാത്തിരിക്കുന്നത്. എത്ര തിരഞ്ഞിട്ടും ദീപകിന് പ്രേമിയുടെ അലമാരിൽ നിന്ന് ഒരു നൈറ്റി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾ നൈറ്റി ഉപയോഗിക്കാറില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ ധാരാളം നൈറ്റ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ICUവിൽ കിടക്കുന്ന പേഷ്യന്റിന് നൈറ്റ് ഡ്രസ് അനുയോജ്യമല്ല. ഒടുവിൽ 2-3 ലോങ് സ്കേർട്ടുകളും ടോപ്പും എടുത്ത് അയാൾ ഒരു എയർ ബാഗിൽ വെച്ചു. തൽക്കാലം അത് മതി. വേറെന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഷർമി വന്നിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാം. പക്ഷേ പ്രധാനമായി വന്നത് ഡ്രസ്സ് കൊണ്ടുപോകാനല്ലല്ലോ എന്ന് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ പ്രേമിയുടെ മൊബൈൽ എടുത്ത് കോൾ രജിസ്റ്റർ പരിശോധിച്ചു. 2 ദിവസം പിന്നിലേക്ക് നോക്കിയപ്പോൾ രാത്രി 9:37 ഹെറോൾഡ് എന്ന നമ്പറിൽ നിന്ന് അവൾ വിളിച്ചിട്ടുണ്ട്. പഴയ നമ്പറോ അതോ പുതിയതോ? ദീപക് സ്വന്തം മൊബൈലിലെ ഹെറോൾഡ് ന്യൂ എന്ന നമ്പർ എടുത്ത് ഒത്തു നോക്കിയപ്പോൾ അയാൾ ഞെട്ടലോടെ ആ വസ്തുത മനസ്സിലാക്കി.
ഹെറോൾഡിന്റെ പുതിയ നമ്പർ തന്നെയാണത്. അപ്പോൾ പഴയ നമ്പർ? കോണ്ടാക്ട് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഹാരി എന്ന പേരിലാണ് അവൾ പഴയ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണ്. പ്രേമി അന്ന് രാത്രിയിൽ പുതിയ നമ്പറിൽ അയാളെ വിളിച്ചിരിക്കുന്നു. എവിടെ നിന്ന് കിട്ടി അവൾക്ക് ആ നമ്പർ? ഹെറോൾഡ് തന്നെ സംശയിച്ചതിൽ അത്ഭുതമില്ല. പക്ഷെ താൻ അയാളുടെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുമില്ല. ഒരു പക്ഷെ അവൾ ആ വിളി റെക്കോർഡ് ചെയ്ത് കാണുമോ? കോൾ റെക്കോർഡ് ലിസ്റ്റ് എടുത്ത് ദീപക് നോക്കി. ഉവ്, 4 മിനിറ്റ് 37 സെക്കൻഡ് നീണ്ടുനിന്ന ആ സംസാരം അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാൻ അയാൾ മുതിർന്നില്ല. അത് മാന്യതയല്ല, സംസ്കാരത്തിന് യോജിച്ചതുമല്ല. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് അന്തസ്സിന് യോജിച്ചതല്ല. പക്ഷേ ദുരൂഹത പിന്നെയും നിലനിൽക്കുന്നു. ഹെറോൾഡിന്റെ പുതിയ മൊബൈൽ നമ്പർ പ്രേമിക്ക് എവിടെ നിന്ന് കിട്ടി? അവളുടെ മൊബൈൽ ഫ്ലാറ്റിൽ തന്നെ വെക്കണോ അതോ കയ്യിലെടുക്കണോ എന്ന് ഒരു നിമിഷം ദീപക് ആലോചിച്ചു. കയ്യിലെടുക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നുകൂടുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അവളെ വിളിച്ചെന്ന് വരാം. അല്ലെങ്കിൽ അവളുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും നമ്പർ വേണമെന്ന് തോന്നിയാൽ അതിൽ നിന്നെടുക്കാം. മൊബൈലും അവളുടെ വസ്ത്രങ്ങൾ എടുത്തു വെച്ച ബാഗുമായി ദീപക് ഫ്ലാറ്റ് പൂട്ടി ലിഫ്റ്റിൽ താഴേക്ക് പോയി. കാറിനടുത്തേക്ക് പോയ അയാളെ കണ്ട് സെക്യൂരിറ്റി ഫൽഗുനൻ പിള്ള ഓടി വന്നു. സാറേ, ഫൽഗുനൻ പിള്ള ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കാണുമെന്ന്. ഞാനിവിടെ ഉണ്ടായിരുന്നു സാറേ. ആ കൊച്ചിനിപ്പോ എങ്ങനെയുണ്ട്? അയാൾ ചോദിച്ചു. ഇന്ന് കണ്ണു തുറന്നു. ബോധം തെളിഞ്ഞോന്നറിയില്ല. പക്ഷേ ഇനി സാരമില്ല, രക്ഷപ്പെടും, ദീപക് പറഞ്ഞു. അന്ന് ആ നേരത്തെ സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ വലിയ ഇച്ഛാഭംഗത്തിന് കാരണമായേനെ. ആരെങ്കിലും പറഞ്ഞു ആ കൊച്ച് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന്? ശരിയാ പിള്ളേ, നമ്മളാരും വിചാരിക്കുന്ന പോലല്ല മനുഷ്യന്റെ കാര്യങ്ങൾ. മറ്റേ പുള്ളി ആശുപത്രിയിലല്ലായിരുന്നോ? ആര്? ദീപകിന് മനസ്സിലായില്ല. അല്ല, ആ കൊച്ചിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഇടയ്ക്ക് വരുമായിരുന്നു, ഒറ്റയ്ക്കുമല്ലാതെ. ഹെറോൾഡിന്റെ കാര്യമാണ് ഫൽഗുനൻ പിള്ള സൂചിപ്പിച്ചതെന്ന് ദീപകിന് പെട്ടെന്ന് കിടികിട്ടി. ഓ, പ്രേമിയുടെ ഫ്രണ്ടിന്റെ കാര്യമാണോ പിള്ള ചോദിച്ചത്? ആ സ്ഥലത്തില്ല, ഞാൻ അറിയിച്ചിട്ടുണ്ട്. ശരി സാറേ, ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഇനി വൈകണ്ട, ഫൽഗുനൻ പിള്ള പറഞ്ഞു. അയാളോട് യാത്ര പറഞ്ഞ് ദീപക് ചെന്ന് കാറിൽ കയറി ബാഗ് പാസഞ്ചർ സീറ്റിലേക്ക് വെച്ചു. സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെറോൾഡിനെ കുറിച്ചാണ് അയാൾ ചിന്തിച്ചത്. പ്രേമിയെ കാണാൻ ഹെറോൾഡ് പതിവായി ഫ്ളാറ്റിൽ വരുന്നത് അപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ കാണാൻ വരുന്ന സന്ദർശകരെ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് ദീപക് കാർ നിർത്തി. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കണ്ടിട്ടു മതി റൂമിലേക്ക് പോകുന്നത്. പ്രേമിയുടെ ഡ്രസ്സ് ഏൽപ്പിക്കണമല്ലോ. അയാൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാഷ്വാലിറ്റി ഐസിയുവിന്റെ ഡ്യൂട്ടി നഴ്സ് റൂമിലേക്ക് ചെന്നു. ഫ്ലോറൻസ് അയാളെ കണ്ട് മന്ദഹസിച്ചു. പങ്ക്ച്വാലിറ്റിയുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ, അവൾ പറഞ്ഞു. അതെയോ? യെസ്, 1.5 മണിക്കൂർ എന്ന് പറഞ്ഞല്ലേ പോയത്? ദാ ഇപ്പോ കൃത്യം 1.5 മണിക്കൂർ. അയാൾ ചിരിച്ചു. സത്യത്തിൽ ഞാൻ വാച്ച് നോക്കിയതേയില്ല. ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിലിരുന്ന ബാഗ് അയാൾ അവൾക്ക് കൊടുത്തു. അവൾ മേശപ്പുറത്ത് വെച്ച് സിപ്പ് തുറന്നു നോക്കി. നൈറ്റി ഇല്ലായിരുന്നു. ക്ഷമാപണത്തോടെ അയാൾ പറഞ്ഞു. ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വിചാരിച്ചു. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും വിചാരിക്കേണ്ട, അവൾ പറഞ്ഞു. ശരി, അയാൾ തലകുലുക്കി. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്, ഫ്ലോറൻസ് അപ്പോൾ പറഞ്ഞു. എന്താണ്? പേഷ്യന്റ് എന്നോട് സംസാരിച്ചു. അധികമൊന്നുമില്ല, 2-3 വാക്കുകൾ. എന്താണ് പറഞ്ഞത്? ഷർമിളയെ കാണുമെന്ന് പറഞ്ഞു. എന്റെ വൈഫാണ്. എനിക്ക് തോന്നി ദീപക് എന്നു പേരുള്ള ഒരാൾ മാത്രം കുറച്ചു മുമ്പേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. കാണണോ എന്ന് ചോദിച്ചു. അപ്പോ ഒന്നും പറഞ്ഞില്ല. എന്നാലും പ്രേമി സംസാരിച്ചല്ലോ. ഷർമിക്ക് അതറിയുമ്പോൾ വലിയ സന്തോഷമാകും. പുള്ളിക്കാരി എന്ന് വരും? നാളെ വൈകുന്നേരം. ഗുഡ്. കൂട്ടുകാരിയെ കണ്ടുകഴിഞ്ഞാൽ ഫാസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. നാളെ സിസ്റ്റർക്ക് ഡേ ഡ്യൂട്ടിയാണോ അതോ? അടുത്ത ആഴ്ച കൂടി എനിക്ക് ഡേ ഡ്യൂട്ടിയാണ്. എനിക്ക് രാവിലെ ഓഫീസിലൊന്ന് പോണമായിരുന്നു. പോയിട്ട് എത്രയും പെട്ടെന്ന് വരും, ദീപക് പറഞ്ഞു. നാളെയും 1.5 മണിക്കൂർ. അയാൾ ചിരിച്ചു. ചിലപ്പോ അതിലും കൂടും. സാരമില്ല, പൊക്കോളൂ, ഞാനുണ്ടല്ലോ. താങ്ക് യു സിസ്റ്റർ. എനിക്കൊരു കാര്യം അറിയാനുണ്ട്, പെട്ടെന്ന് അവൾ പറഞ്ഞു. എന്താണ്? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. നാളെ പറയാം. വൈഫ് നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, നാളെ കാണാം. ഓക്കെ. ദീപക് വാർഡിലേക്ക് മടങ്ങി. അയാൾ റൂമിൽ ചെന്നിരുന്നു. ഫ്ലോറൻസിനെ പോലെ ഒരു സിസ്റ്ററെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായി എന്ന് അയാൾ തോന്നി. പ്രേമിയെ കാണാനും അവളുടെ കാര്യങ്ങൾ അറിയാനും ഫ്ലോറൻസിന്റെ സഹായം കിട്ടും. എങ്കിലും അവൾ നാളത്തേക്ക് മാറ്റിവെച്ച ചോദ്യം എന്തായിരിക്കും? മൊബൈൽ അപ്പോൾ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ മാലിനി ചേച്ചിയാണ്. ഹലോ ചേച്ചി. അയാൾ കോൾ എടുത്തു. നീ എവിടെയാണ് കുട്ടാ? ചേച്ചി ചോദിച്ചു. ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ്. എന്തു പറ്റി?
ഞാൻ പറഞ്ഞില്ലേ ഷെർമിയുടെ കൂട്ടുകാരി പ്രേമി മൂൺഷൈൻ ഹോസ്പിറ്റലിൽ. അതിന് നീ എന്തിനാ അവിടെ ചെന്നിരിക്കുന്നേ? ആശുപത്രിക്കാർ അവളെ നോക്കത്തില്ലയോ? ഇഷ്ടക്കേടോടെ അവർ ചോദിച്ചു. ഷെർമിയുടെ കൽപ്പനയാ ചേച്ചി, അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. നാളെ അവൾ വരും, അതോടെ ഞാൻ ഫ്രീ ആകും. നിനക്ക് എന്നെയൊന്നും കാണാൻ വരാൻ സമയമില്ല. കണ്ട പെണ്ണുങ്ങൾക്ക് കാവലിരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അവർ പരിഭവിച്ചു. ഞാൻ വരുന്നുണ്ട് ചേച്ചി. എന്നാണ്? ഷെർമി വന്നിട്ട് ഞങ്ങളൊരു ദിവസം ലഞ്ചിന് വരാം. പിന്നെ വാക്കുമാറുമോ? ഇല്ല ചേച്ചി. അതിരിക്കട്ടെ, തമ്പിച്ചേട്ടൻ സ്ഥലത്തുണ്ടോ? ദീപക് ചോദിച്ചു. ഉണ്ട്. എന്താ കാര്യം? ഒരു ബിസിനസ് കാര്യത്തിനാണ്. നാളെ ഞാൻ വിളിച്ചോളാം, അയാൾ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ശരി ചേച്ചി, ഞാൻ നാളെ വിളിക്കാം. അയാൾ കോൾ കട്ട് ചെയ്തു. ഫ്ലാറ്റിലായിരുന്നെങ്കിൽ 2 ലാർജ് അകത്താക്കിയിട്ട് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാമായിരുന്നു. ഹോസ്പിറ്റലിൽ അത് പറ്റില്ലല്ലോ. അയാൾ ലാപ്ടോപ്പ് എടുത്തു തുറന്നു. ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ അവസാന സെഷൻ 11:30 അവസാനിച്ചു. പിന്നെ ടീ ബ്രേക്ക്. ഭാരവാഹികൾ ചിലർ പ്രസംഗിച്ചു. ഡെലിഗേറ്റുകൾ ചിലർ അവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു. ഷർമിള എല്ലാം കേട്ട് ഒരു ഭാഗത്തിരുന്നതേയുള്ളൂ. അല്പം മാറിയിരുന്നിരുന്ന അനുരാഗിന്റെ കണ്ണുകൾ തന്റെ നേരെ ഇടയ്ക്കിടയ്ക്ക് പാറി വരുന്നത് അവൾ കാണാതിരുന്നില്ല. ഉല്ലാസത്തിന് വേറെ ആരെയും അയാൾക്ക് കിട്ടിക്കാണുകയില്ലെന്ന് അവൾക്ക് തോന്നി. പിങ്കി പാണ്ഡെ മറ്റൊരു ചെറുപ്പക്കാരനുമായി ഏറ്റവും പിന്നിലെ വരിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഷർമിള ഹോട്ടലിലെ സ്വന്തം മുറിയിലേക്ക് വന്നു. അവൾ അപ്പോൾ തന്നെ സൂട്ട് കേസ് പാക്ക് ചെയ്യാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ എയർപോർട്ടിലേക്ക് പോകണം. അല്പനേരം കഴിഞ്ഞപ്പോൾ നീല അഗർവാൾ അവളെ വിളിച്ചു. ഷർമിള? യെസ്, ഐ പ്ലാൻ ടു ഡു സം ഷോപ്പിംഗ്. വുഡ് യു ലൈക്ക് ടു അക്കമ്പനി മീ? സോറി മാഡം, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അവൾ ഒഴിഞ്ഞു. നോ പ്രോബ്ലം, യു ടേക്ക് റെസ്റ്റ്. ദീപക്കിന് വേണ്ടി എന്തെങ്കിലും വാങ്ങണമെന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും മുമ്പ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഒരു ഷോപ്പിങ്ങിന് തയ്യാറായിരുന്നില്ല അവളുടെ മനസ്സ്. എത്രയും നേരെ കൊച്ചിയിലെത്തണം, അതുമാത്രമാണ് മനസ്സിൽ. പ്രേമിയെ കാണണം. ഷർമിള എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിങ്കി പാണ്ഡയുടെ വിളി വന്നത്. വേർ ആർ യു ഷർമിള? ഐ ആം ഇൻ ദി ഹോട്ടൽ. ഐ ആം ഗോയിങ് ഫോർ ആൻ ഔട്ടിംഗ്. വിൽ ബി ലേറ്റ്. ഡോണ്ട് വറി, ടേക്ക് യുവർ ടൈം. എല്ലാവരും ഡൽഹിയിലെ അവസാനത്തെ സായാഹ്നം ആഘോഷിക്കാൻ പോകുന്നു. പക്ഷേ ഷർമിളയ്ക്ക് ഒട്ടും ദുഃഖം തോന്നിയില്ല. ദീപക്കിനോടൊപ്പം ഡൽഹി കാണുന്നതായിരുന്നു അവൾക്കിഷ്ടം. ദീപക്കിനെ വിളിച്ച് അവൾ സംസാരിച്ചു. പ്രേമിയുടെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് കൂടുതൽ ആശ്വാസമായി. ഞാൻ നാളെ എയർപോർട്ടിൽ വരാം. ഫ്ലൈറ്റ് ലേറ്റാണെങ്കിൽ അറിയിക്കണം, ദീപക് പറഞ്ഞു. ഞാനൊരു ടാക്സി എടുത്ത് വരാം. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഏയ്, ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ ഫ്രീ ആകും. പക്ഷെ പ്രേമിക്ക് ഒരു എമർജൻസി ഉണ്ടായാൽ? ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. ഉണ്ടായാൽ തന്നെ ഫ്ലോറൻസ് ഉണ്ടല്ലോ. ഹു ഇസ് ഫ്ലോറൻസ്? ICUവിലെ നഴ്സാണ്. ഷീ ഈസ് വെരി കമ്പാഷനേറ്റ് ആൻഡ് ഹെൽപ്ഫുൾ. ഓക്കെ, ഞാൻ വിളിക്കാം. പിങ്കി എപ്പോഴാണ് തിരിച്ചെത്തിയതെന്ന് ഷർമിള അറിഞ്ഞില്ല. രാവിലെ അവൾ ഉണർന്നപ്പോൾ പിങ്കി ഗാഢ നിദ്രയിലായിരുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ അവൾ തയ്യാറായപ്പോഴേക്ക് പിങ്കി ഉണർന്നു. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഓഫ് വേക്കിംഗ് യു അപ്പ്, ഷർമിള പറഞ്ഞു. ഐ കെയിം ബാക്ക് ഓൺലി അറൌണ്ട് 3:30. വാസ് വിത്ത് ഷഹബാസ് അക്തർ, എ വണ്ടർഫുൾ യങ് മാൻ, പിങ്കി ആരാധനയോടെ പറഞ്ഞു. ഷർമിള പുഞ്ചിരിച്ചു. പിങ്കിയോടും ലീല അഗർവാളോടുമൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് അവൾ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കൊടുത്ത ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോയത്. 2 പേരെയും കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വരാമെന്ന് 2 പേരും ഉറപ്പും നൽകി. ഷെഡ്യൂൾ സമയത്ത് തന്നെ ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു. കയ്യിലുണ്ടായിരുന്ന മാഗസിൻ മറിച്ചു നോക്കിയും പാട്ടുകൾ കേട്ടും ഷർമിള സമയം തള്ളി നീക്കി. നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുമ്പോൾ ദീപക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയും അരമണിക്കൂറിലേറെ എടുത്തു അയാളുടെ അടുത്ത് അവൾ എത്തിയപ്പോൾ. ഹൗ വാസ് ദ ട്രിപ്പ്? ബാഗ് വാങ്ങിക്കൊണ്ട് അയാൾ ചോദിച്ചു. വെരി നൈസ്, ബട്ട് ഹൗ ഈസ് പ്രേമി? ഒരുപാട് മാറ്റമുണ്ട്. നേരിട്ട് കാണാൻ പോവല്ലേ, അപ്പോൾ ബോധ്യപ്പെടും. ഷർമി, നീ ആ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ? അവൾ ആ സമയത്ത് ആ വാട്സപ്പ് മെസ്സേജ് എനിക്ക് അയച്ചു തന്നില്ലായിരുന്നെങ്കിലോ? ഒരു കണക്കിന് അവൾ തന്നെയാണ് അവളുടെ രക്ഷകയായത്, ദീപക് പറഞ്ഞു. കൊച്ചിയിലേക്ക് കാറോടിക്കുന്നതിനിടയിൽ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം ഷർമിളയോട് വിശദമായി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്ലോറൻസിന്റെ വിളി വന്നത്. ഹലോ ഫ്ലോറൻസ്. അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. എവിടെയാണിപ്പോൾ? എയർപോർട്ടിൽ ചെന്ന് ഷർമിളയെ പിക്കപ്പ് ചെയ്ത് തിരിച്ചു വരുന്നു. ഇപ്പോ ആലവ് കഴിഞ്ഞു. ചീഫ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സ്റ്റാൻലി പെരേര കുറച്ചു മുമ്പ് പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ട ആളിനെ കാണണമെന്ന് ഡോക്ടർ പറഞ്ഞു. ദീപകിന്റെ ഉള്ളൊന്ന് കാളി. എന്താണ് സിസ്റ്റർ കാര്യം? അറിയില്ല. വന്നാലുടൻ ചെന്ന് ഡോക്ടറെ കാണണം. ഫ്ലോറൻസിന്റെ കോൾ പെട്ടെന്ന് കട്ടായി. എന്താണ് ദീപക്? അയാളുടെ മുഖം കിളറിയത് കണ്ട് ഷർമിള ചോദിച്ചു. എന്തു പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ആരാ ഇപ്പം വിളിച്ചേ? ഉത്കണ്ഠയോടെ ഷർമിള ചോദിച്ചു.
കാഷ്വാലിറ്റിയിൽ ഒരു സിസ്റ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോറൻസ്. അവൾ. കാറോടിക്കുന്നതിനിടയിൽ ദീപക് സാധാരണ മട്ടിലാണ് മറുപടി പറഞ്ഞത്. എന്തിനാ ആ സിസ്റ്റർ വിളിച്ചത്? മൂൺഷ്യൻ ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സ്റ്റാൻലി പെരേര കുറച്ചു മുമ്പ് പ്രേമി എക്സാമിൻ ചെയ്തെന്ന്. കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. അത് കേട്ടപ്പോൾ ഷർമിളയുടെ മുഖം മങ്ങി. അതെങ്ങനാ? ഞാൻ പറഞ്ഞ ദീപക് അതിനൊരു വിലയും കൊടുക്കത്തില്ലല്ലോ. കുറ്റപ്പെടുത്തുന്ന മട്ടിൽ അവൾ പറഞ്ഞു. എന്താണ് നീ പറഞ്ഞത്? അയാൾക്ക് മനസ്സിലായില്ല. ടാക്സി എടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ? ദീപക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ ചെന്ന് കാണാമായിരുന്നല്ലോ. ഓ അതോ? എന്റെ ഷർമി, നീ ഞാൻ ആവശ്യമില്ലാതെ വറി ചെയ്യാതെ. അവളെക്കുറിച്ച് ഡോക്ടർമാർ എന്തെങ്കിലും പറയാനുണ്ടാവും. അതുകൊണ്ടാ കൂടെയുള്ള ആളിനെ കാണണമെന്ന് പറഞ്ഞത്. ഇന്ന് തന്നെ ചെന്ന് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ നാളെ. ക്ഷമയോടെ ദീപക് പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ? എന്നിട്ടും അവളുടെ ആശങ്ക വിട്ടുമാറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ ഹോസ്പിറ്റലിലല്ലേ, വേണ്ടതെന്താണെന്ന് വെച്ച് ഡോക്ടേഴ്സ് ചെയ്തോളും. അവളെ അഡ്മിറ്റ് ചെയ്ത അന്ന് തന്നെ അതിനുള്ള കൺസെന്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോറി ദീപക്, ഞാൻ വിചാരിച്ചു. അയാൾക്ക് തെല്ലരിശം തോന്നാതിരുന്നില്ല. കൂട്ടുകാരികളുടെ കാര്യത്തിൽ ഇത്രയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കൂടുതലാണ്. ഷർമിള മുഖം തിരിച്ച് അയാളെ ഒന്ന് നോക്കി. മുഖം കണ്ടപ്പോൾ തന്നെ അയാളുടെ മനസ്സ് വായിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഇത് കുറച്ച് ഓവറാണ് ഷർമി. അവൾ നിന്റെ കൂട്ടുകാരിയാണ്, ക്ലോസ് ഫ്രണ്ട്. സമ്മതിച്ചു, അതെനിക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസമായി ഊണും ഉറക്കവും കളഞ്ഞ് അവൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്. എന്നിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. സോറി ദീപക്, റിയലി സോറി. നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ടാക്സി എടുത്ത് വരാമെന്ന് പറഞ്ഞത് നിന്റെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടിയാണ്. വൈഫിന്റെ കൂട്ടുകാരിക്ക് വേണ്ടി വേറൊരു ഹസ്ബൻഡും ഇത്ര പെയിൻ അടിക്കില്ലെന്ന് എനിക്കറിയാം. അവൾ സ്നേഹപൂർവ്വം അയാളുടെ കയ്യിൽ പിടിച്ചു. അയാൾ ഒന്നും വേണ്ടിയില്ല. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് സിറ്റിയിലെത്താൻ കഴിയില്ലെന്ന് ദീപകിന് തോന്നി. പ്രേമിയെ കാണാൻ ഷർമിക്ക് ആഗ്രഹം കാണും. ഇനി അവൾ അത് പറയുകയില്ല. നേരെ ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ പാതി മനസ്സോടെ അവൾ സമ്മതിക്കും. ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് പോകാം അല്ലേ? കാർ സിറ്റിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അയാൾ ചോദിച്ചു. ദയനീയ ഭാവത്തിലൊന്ന് നോക്കിയതല്ലാതെ ഷർമിള ഒന്നും പറഞ്ഞില്ല. മൂൺഷ്യൻ ഹോസ്പിറ്റലിലേക്കാണ് ദീപക് ഡ്രൈവ് ചെയ്തത്. പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് അയാൾ വണ്ടി നിർത്തി. അപ്പോൾ നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. വാ, അയാൾ പറഞ്ഞു. അവളെയും കൊണ്ട് അയാൾ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. ഡ്യൂട്ടി റൂമിൽ കണ്ണട ധരിച്ച മറ്റൊരു നഴ്സാണ് ഉണ്ടായിരുന്നത്. സിസ്റ്റർ, ഞങ്ങൾ പ്രേമി എന്ന പേഷ്യന്റിനെ കുറിച്ച് അറിയാമെന്നതാണ്. വി ആർ ഹെർ ഫ്രണ്ട്സ്, ദീപക് പറഞ്ഞു. ആർ യു മിസ്റ്റർ ദീപക്? അവൾ ചോദിച്ചു. അതെ, ഫ്ലോറൻസ് പറഞ്ഞിരുന്നു. പേഷ്യന്റിനെ നാളെ രാവിലെ വാർഡിലേക്ക് മാറ്റും. ഞങ്ങൾക്ക് പ്രേമിയെ ഇപ്പോഴൊന്ന് കാണാൻ പറ്റുമോ? സോറി, 6 മണി കഴിഞ്ഞാൽ ICUവിലേക്ക് വിസിറ്റേഴ്സിന് പ്രവേശനമില്ല. ഓക്കെ, നോ പ്രോബ്ലം. അയാൾ പോകാനായി തിരിഞ്ഞു. ഷർമിള അപ്പോൾ ദീപകിനെ ഒന്ന് നോക്കി. ചീഫ് ന്യൂറോളജിസ്റ്റ്, അവൾ ഓർമ്മിപ്പിച്ചു. അയാൾ വീണ്ടും നഴ്സിനെ അഭിമുഖീകരിച്ചു. സിസ്റ്റർ, വൺ മോർ തിങ്. പേഷ്യന്റിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണമെന്ന് ഡോക്ടർ സ്റ്റാൻലി പെരേര പറഞ്ഞെന്ന് ഫ്ലോറൻസ് സിസ്റ്റർ പറഞ്ഞിരുന്നു. വെൻ കുഡ് വി മീറ്റ് ഹിം? രാവിലെ 10:30 ഡോക്ടർ റൗണ്ട്സിന് വരും. അപ്പോൾ ഇവിടെ വന്നാൽ മതി, അവൾ പറഞ്ഞു. താങ്ക് യു. ദീപക്കും ഷർമിളയും പിന്നെ ഇടപ്പള്ളിയിലുള്ള ഫ്ലാറ്റിലേക്ക് പോയി. ഇന്നിനി ഒന്നും ഉണ്ടാക്കേണ്ട, കഴിക്കാനുള്ളത് മേടിച്ചോണ്ട് പോകാം, അയാൾ പറഞ്ഞു. ശരിയാ ദീപക്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കുളിച്ചിട്ട് കിടന്നൊന്ന് ഉറങ്ങണം, ഷർമിള പറഞ്ഞു. അത്താഴം വർക്കീസിൽ നിന്ന് പാഴ്സലായി വാങ്ങിക്കൊണ്ടാണ് അവർ പോയത്. പ്രേമിയെ നാളെ വാർഡിലേക്ക് മാറ്റുമെന്നറിഞ്ഞപ്പോൾ ഷർമിളയുടെ മനസ്സിന് അല്പം അയവ് കിട്ടി. അതിനുശേഷം അവൾ ഡൽഹി യാത്രയെക്കുറിച്ചും കോൺഫറൻസിന്റെ വിശേഷങ്ങളും ദീപകിനോട് വാതോരാതെ സംസാരിച്ചു. ഫ്ലാറ്റിലെത്തി രണ്ടുപേരും കുളിച്ചു, വേഷം മാറി, ഭക്ഷണം കഴിച്ചു. അപ്പോഴും അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എത്ര ദിവസമായി ഞാനും സുഖമായി ഉറങ്ങിയിട്ട്, അയാൾ പറഞ്ഞു. AC-യുടെ കുളിർമയിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നു. ഷർമിള അപ്പോൾ പിങ്കി പാണ്ഡെയെക്കുറിച്ചും ലീല അഗർവാളിനെ കുറിച്ചും പറഞ്ഞു. ഒടുവിൽ അനുരാഗിന്റെ കാര്യവും പറഞ്ഞു. ഹൗ ഡെയർ ഹി? ദീപക് അത്ഭുതപ്പെട്ടു. അയാളേക്കൽ മിടിക്കല്ലേ പിങ്കി. ആദ്യത്തെ ദിവസം അനുരാഗ്, 2ാമത്തെ ദിവസം ഏതോ ഒരു ഷഹബാസ് അക്തർ. അവൾ ആളെങ്ങനെയുണ്ട് കാണാൻ? കണ്ണ് നിറയെ ഉണ്ട് കാണാൻ. അവൾ അമർത്തി ചിരിച്ചു. അയാൾ ഷർമിയെ വലിച്ചടുപ്പിച്ചു. ഇന്ന് ചുമ്മാ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചതാ, അത് നടക്കില്ല. അയാൾ അവളുടെ ഉടുപ്പഴിച്ചു. രാവിലെ ഫ്ലോറൻസ് വന്നപ്പോൾ പ്രേമി കിടക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ്, പ്രസന്നമായ മുഖത്തോടെ ഫ്ലോറൻസ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഡിസ്പോസിബിൾ സിറിഞ്ച് കവർ പൊളിച്ച് വെളിയിലെടുത്ത് അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഫ്ലോറൻസ് തയ്യാറായി. 2 ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ് സിസ്റ്റർ? പ്രധാനപ്പെട്ടത് ആദ്യം പറയണോ അത് ഒടുവിൽ പറയണോ? സിറിഞ്ചിൽ മരുന്നെടുത്തുകൊണ്ട് ഫ്ലോറൻസ് ചോദിച്ചു. കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഷർമിളയോ?
വിശ്വാസം വരാതെ പ്രേമി ചോദിച്ചു. അതെ, ഇന്നലെ രാത്രി 7:30 ഹസ്ബൻഡ് മൊത്ത് വന്നു. ഡ്യൂട്ടിയിൽ റീനയായിരുന്നു, അതുകൊണ്ട് കാണാൻ പെർമിഷൻ കൊടുത്തില്ല. സാരമില്ല, ഷെർമി ഇന്ന് വരും. അടുത്ത സന്തോഷവാർത്ത പറയട്ടെ? ഇത് കഴിഞ്ഞാ പറയാം. ഫ്ലോറൻസ് ഇവിടെ അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇന്ന് പ്രേമി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും, വാർഡിലേക്ക്. താങ്ക് ഗോഡ്, പ്രേമി പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ? പ്രേമി ആർക്കാണ് കൂടുതൽ ഇഷ്ടം? ഷർമിളയ്ക്കോ അതോ ദീപക്കിനോ? ഉത്തരം പറയാതെ പ്രേമി അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. വൈ ഡിഡ് യു ആസ്ക് ദാറ്റ്? സ്വന്തം വൈഫിനെ പോലും ഒരു പുരുഷൻ ഇത്ര കെയർ ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഹീസ് എ നൈസ് ഗൈ, പ്രേമി പുഞ്ചിരിച്ചു. മോർ ദാൻ എ നൈസ് ഗൈ, ഫ്ലോറൻസ് തിരുത്തി. ഷർമി ഈസ് ലക്കി, നോട്ട് എവരിബഡി ഈസ് സച്ച് ലക്കി. പ്രേമിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് നിരാശയുടെ ഒരു നിഴൽ പടർന്നത് ഫ്ലോറൻസ് കണ്ടു. ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. യു ആർ ലക്കി യു ഗോട്ട് എ ഫ്രണ്ട് ലൈക്ക് ഷർമിള. എങ്കിലും അവൾ പറഞ്ഞു. ദാറ്റ് ഈസ് ട്രൂ. പ്രേമി വീണ്ടും പുഞ്ചിരിച്ചു. ഫ്ലോറൻസ് പോയപ്പോൾ അവൾ കണ്ണുകളടച്ച് കിടന്നു. ICUവിൽ 8 കിടക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ബാക്കി ആളില്ല. രോഗികളുണ്ടായിരുന്നു, ചലനശേഷിയില്ലാത്തവരായിരുന്നു 2-3 പേർ. അവരെ കാണാൻ അവൾ ആഗ്രഹിച്ചില്ല. അവർ ഏത് നിമിഷത്തിലും മരിച്ചു പോയേക്കുമെന്ന് അവൾ ഭയന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ റൗണ്ട്സിന് ഡോക്ടറും 2 നഴ്സുമാരും വന്നു. പ്രേമിയെ പരിശോധിച്ചിട്ട് കേസ് ഷീറ്റിൽ ഡോക്ടർ എന്തൊക്കെയോ എഴുതിയിട്ടു. പ്രേമിയെ വാർഡിലേക്ക് മാറ്റുകയാണ്. ആർ യു ഹാപ്പി? ഡോക്ടർ മന്ദഹാസത്തോടെ ചോദിച്ചു. അതെ ഡോക്ടർ, അവൾ പറഞ്ഞു. പക്ഷേ 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകാൻ പറ്റൂ. അത് മതി ഡോക്ടർ. അദ്ദേഹം പോയി. 3-4 ദിവസം കൂടി കഴിഞ്ഞ് അവൾക്കപ്പോൾ സിൽവർ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സിലെ തന്റെ ഫ്ളാറ്റിനെ കുറിച്ച് ഓർമ്മ വന്നു. എങ്ങനെ വീണ്ടും അവിടെ? പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ. അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രേമിയെ അതേ ഫ്ലോറിൽ തന്നെയുള്ള വാർഡിലേക്ക് മാറ്റി. റൂം നമ്പർ 210. വീൽചെയറിൽ അവളെ ഇരുത്തി നഴ്സിംഗ് അസിസ്റ്റന്റ് വാർഡിലേക്ക് കൊണ്ടുചെന്നപ്പോൾ മുറിയുടെ വാതിലിന് മുകളിലുണ്ടായിരുന്ന റൂം നമ്പർ കണ്ട് അവളുടെ മുഖം പെട്ടെന്ന് വിളറി. ഹെറോൾഡിന്റെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ 3 അക്കങ്ങൾ 210 ആയിരുന്നു. വൃത്തിയും വെടിപ്പുമുള്ള മുറി, കണ്ണാടി പോലെ തിളങ്ങുന്ന ഫ്ലോർ, പുതിയ ബെഡും ടേബിളും ചെയറും, കബോർഡ്, വെള്ള വിരിയിട്ട ജനാല. ബെഡിലേക്ക് കിടത്താൻ നഴ്സിംഗ് അസിസ്റ്റന്റ് സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രേമി തടഞ്ഞു. വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. അവൾ സാവധാനം വീൽചെയറിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് ബെഡിലിരുന്നു. വെള്ള പജാമയും സ്ലീവ്ലെസ് ടോപ്പുമായിരുന്നു ഹോസ്പിറ്റൽ ഡ്രസ്സ്. അതിൽ നിന്ന് എത്രയും വേഗം മോചിതയാവാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോഴാണ് ഫ്ലോറൻസ് റൂമിലേക്ക് കയറി വന്നത്. അവളുടെ കയ്യിൽ പ്രേമിയുടെ ഡ്രസ്സ് അടങ്ങിയ ബാഗുണ്ടായിരുന്നു. സ്വന്തം ബാഗ് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഇത്? അവൾ ചോദ്യഭാവത്തിൽ ഫ്ലോറൻസിനെ നോക്കി. പ്രേമിയുടെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ എടുപ്പിച്ചതാണ്, ദീപക്കിനെ കൊണ്ട്. ദീപക്ക് എന്റെ ഫ്ലാറ്റിൽ പോയോ? അവൾക്ക് ആശ്ചര്യമായി. അതെ, ഞാനൊരു നഴ്സിംഗ് അസിസ്റ്റന്റിനെ വിടാം. ഷീ വിൽ ക്ലീൻ യു അപ്പ്. യു ക്യാൻ ചേഞ്ച് യുവർ ഹോസ്പിറ്റൽ ഡ്രസ്. കുളിക്കുന്നത് നാളെ മതി. താങ്ക് യു. ഫ്ലോറൻസ് പോയി. തൊട്ടു പിന്നാലെ യൂണിഫോം ധരിച്ച മധ്യവയസ്കയായ ഒരു സ്ത്രീ വന്നു. മോളുടെ ശരീരം തുടയ്ക്കാൻ വന്നതാണ് ഞാൻ, അവർ പറഞ്ഞു. വാതിലടച്ച് ബോൾട്ടിട്ട് അവർ അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റി. അവൾ കണ്ണുകളടച്ച് കിടന്നു. അവർ മെഡിക്കേറ്റഡ് പാഡ് ഉപയോഗിച്ച് അവളുടെ ശരീരം മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ലോങ് സ്കർട്ടും ടോപ്പും ധരിപ്പിച്ചു. ഇപ്പോ ഒരു സുഗന്ധം തന്നില്ലേ? അവർ ചോദിച്ചു. താങ്ക് യു ചേച്ചി. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഷർമിളയും ദീപക്കും വന്നത്. പ്രേമി? ഷർമിള ഓടി വന്ന് ബെഡിലിരുന്ന് അവളുടെ കൈയെടുത്ത് പിടിച്ചു. കൂട്ടുകാരികൾ 2 പേരും പരസ്പരം നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ഷർമിളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാണ് പ്രേമി നീ? പ്രേമി കൈ ഉയർത്തി ഷർമിളയുടെ കവിളുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ദീപക്ക് മെല്ലെ മുറിയിൽ നിന്നിറങ്ങി പിന്നിൽ വാതിലടച്ചു. അയാൾ കോറിഡോറിന്റെ അറ്റത്തേക്ക് നടന്നു. കൂട്ടുകാരികൾ രണ്ടും കണ്ട് കൊതി തീരട്ടെ, അവർ സംസാരിച്ച് ആശ്വസിക്കട്ടെ. ഷർമി, നീ അതേക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. ഇല്ല, ഒന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേർട്ടിംഗ് ഇൻസിഡൻസ്, പെയിൻഫുൾ മെമ്മറീസ്. ഐ നോ. നീ നല്ല കാര്യങ്ങൾ പറ ഷർമി, അവൾ ആവശ്യപ്പെട്ടു. നല്ലതൊന്നും. ഹൗ വാസ് ഡൽഹി ട്രിപ്പ്? പ്രേമി വിഷയം കണ്ടെത്തി. ആദ്യമൊക്കെ രസകരമായിരുന്നു. ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരും ഉണ്ടായിരുന്നോ? പാതിയോളം. ഷർമിള പറഞ്ഞു. നിനക്കാരുടെങ്കിലും പ്രേമം തോന്നിയോ? ഇല്ല. നിന്നോടോ? ഒരാൾക്ക്. ഹു വാസ് ഹി? താൽപര്യപൂർവ്വം പ്രേമി ചോദിച്ചു. അനുരാഗ് താക്കൂറിനെ കുറിച്ച് ഷർമിള പറഞ്ഞു. അയാളുടെ ഫോട്ടോയുണ്ടോ? മൊബൈലിൽ കാണും. കാണിക്കണേ. ഇന്ന് വേണ്ട. അവളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പ്രേമിക്ക് ഇഷ്ടമല്ലെന്ന് ഷർമിളയ്ക്ക് മനസ്സിലായി. നിനക്കിന്ന് ഓഫീസിൽ പോകണോ? വേണം. ചെല്ല്,
നിന്റെ ബോസ് നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലേ. അയാൾ നിന്നെ ഒന്ന് കണ്ണു നിറയെ കാണട്ടെ. പോടി. പ്രേമി ചിരിച്ചു. അതൊരു വിഷാദം കലർന്ന ചിരിയായിരുന്നു. ഡോക്ടർ സ്റ്റാൻലി പെരേരയെ കണ്ടിട്ടാ ദീപക്ക് ഞാനും വന്നത്. അതാരാ കക്ഷി? ചീഫ് ന്യൂറോളജിസ്റ്റ്. കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന് പുള്ളി ഇന്നലെ പറഞ്ഞു. അതിനാ ഞങ്ങൾ ഇന്ന് ചെന്നത്. വടി ഡി സേ? പ്രേമി ചോദിച്ചു. ന്യൂറോളജിക്കലി യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പേടിച്ച് ഡിഫക്ട്സ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അയാൾക്ക് പക്ഷേ തകർന്ന തരിപ്പണമായ എന്റെ മനസ്സ് ഒരു ഉപകരണം ഉപയോഗിച്ച് കാണാൻ പറ്റില്ല. അതിനുള്ള ഒരു എക്സ്പെർട്ടിനെ നിന്റെ അടുത്ത് വിടണമെന്ന് അയാൾ പറഞ്ഞു. ആരെ? അതറിയില്ല. നിനക്ക് കുറച്ച് കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന്. എനിക്ക് ഒരു കൗൺസിലിംഗും ആവശ്യമില്ല. ഐ നോ ഹൂ ഐ ആം ആൻഡ് ഐ നോ ഹൗ ടു എസ്കേപ്പ് ഫ്രം. അരിശത്തോടെ പ്രേമി പറഞ്ഞു. അങ്ങനെയല്ലേ പ്രേമി, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിന് മാത്രമേ. ടു ഹെൽ വിത്ത് സൈക്യാട്രിസ്റ്റ്. ഐ നോ വാട്ട് ഹി വാണ്ട് ടു നോ. ഹൗ വാസ് അവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടഡ്? വെൻ ഡിഡ് ഹി ഫസ്റ്റ് കിസ് മീ? ഹൂ ഇനീഷ്യേറ്റഡ് ദ ഫസ്റ്റ് വർക്ക്? ഷർമിള പെട്ടെന്ന് അവളുടെ വായ പൊത്തി. മതി, നിനക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണണ്ട. എങ്കിൽ കാണണ്ട. തീർന്നില്ലേ പ്രശ്നം? ഇഫ് ഹി കം ഐ വിൽ കിക്ക് ഹിം ഔട്ട് ഓഫ് ദ റൂം. ഷർമിള പുഞ്ചിരിച്ചു. അതിനുള്ള ആരോഗ്യം നിനക്കാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയണം. പ്രേമി ചിരിച്ചില്ല. വാതിൽ തുറന്ന് ദീപക്ക് മുറിയിലേക്ക് കയറി വന്നു. ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്ത് നീ ഈ ആഴ്ച ലീവ് എടുക്ക്, അയാൾ ഷർമിളയോട് പറഞ്ഞു. എന്തിന്? പ്രേമി ചോദിച്ചു. ഇവിടെ ആരെങ്കിലും വേണ്ടേ ഒരു സഹായത്തിന്? വേണ്ട ദീപക്, ഇവിടെ ഒരു ബൈസ്റ്റാൻഡർ ആവശ്യമില്ല. ഫുഡ് ഇവിടെ തന്നെയാണ് തരുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി റൂമിൽ അറിയിച്ചാൽ മതി. എന്റെ മൊബൈൽ? ഓ, ഞാൻ അത് മറന്നു. ദീപക് ബാഗിൽ നിന്ന് അവളുടെ മൊബൈലും ചാർജറും എടുത്തു കൊടുത്തു. താങ്ക്സ്. ഫ്ലാറ്റിൽ പോയിരുന്നു അല്ലേ? എനിക്ക് കുറച്ച് ഡ്രസ്സ് കൂടി വേണം ഷർമി, അവൾ പറഞ്ഞു. കൊണ്ടുവരാം. ദീപക്കും ഷർമിളയും അല്പനേരം കൂടി ഇരുന്നിട്ട് ഓഫീസിലേക്ക് പോയി. അന്ന് വൈകുന്നേരം പ്രേമിയുടെ ഓഫീസിലെ ചില സഹപ്രവർത്തകർ അവളെ കാണാൻ വന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വരുമെന്ന് അവൾ അവരെ അറിയിച്ചു. പിറ്റേന്ന് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പ്രേമിയെ കാണാൻ വന്നു. കോട്ടൺ സാരിയായിരുന്നു വേഷം. ഭംഗിയായി അത് ഉടുത്തിരുന്നു. മുടി ചുമലോളം മുറിച്ചിരുന്നു. ഹലോ പ്രേമി, അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഹലോ. പ്രേമിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഐ ആം ഡോക്ടർ ആൻസി പലത്ര, സൈക്യാട്രിസ്റ്റ്. പ്രേമി അവളെ പകച്ചു നോക്കി.